യഥാർത്ഥത്തിൽ വിനീത് വെറുതെ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നതല്ല. വിനീതിനെ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊടും പീഡനമാണ് ഈ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത്. ഇത് പോലീസിൽ നടക്കുന്ന ഒരു വലിയ രീതിയിലുള്ള കുറ്റകരമായിട്ടുള്ള പീഡനവും അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണ് യഥാർത്ഥത്തിൽ വിനീതിൻ്റേത്. വിനീത് അയച്ചിരിക്കുന്ന അവൻ്റെ മരണമൊഴിയായി എടുക്കാവുന്നതായ അതിപ്രധാനമായിട്ടുള്ള അവൻ്റെ മെസ്സേജും അതുപോലെ അവനെ റിഫ്രഷർ കോഴ്സിന് വീണ്ടും എടുക്കാനുള്ള പറഞ്ഞയക്കാനുള്ള നടപടിയുടെ ഉത്തരവുൾപ്പെടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇത് ഒരു കൊലപാതകമാണ്. പോലീസിൽ നടന്നതായ പീഡനം ഇനി തുടരരുത്, മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് അവൻ്റെ മരണമൊഴിയായി എടുക്കേണ്ടതായ അവൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അടക്കം വന്നിട്ടുള്ളത്. ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. 3 തവണ ശ്രീ വിനീത് ലീവിന് വേണ്ടി അപേക്ഷിച്ചു. ആ ലീവ് കൊടുത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഗർഭിണിയായ ഒരു ഭാര്യയ്ക്ക് ആശുപത്രിയിൽ പോകാൻ ഭർത്താവായ പോലീസുകാരന് ലീവ് കൊടുക്കാൻ ചോദിച്ച് അത് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമീപനം? എന്താ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇത് നഗ്നമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം പോലീസ് നടക്കുകയാണ്. പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലും നടപ്പിലാക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ അവൻ്റെ മെസ്സേജിൽ, വാട്സപ്പ് മെസ്സേജിൽ ശ്രീ വിനീത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യ അവരെ പരിചരിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, പ്രായമുള്ള അച്ഛനമ്മമാരെ ഒന്ന് കാണാൻ അതിനു പോലും അനുവദിക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കൊടിയ പീഡനം, ആ പീഡനം ഇപ്പോഴും അനശ്വതം തുടരുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ മാനവികതയുടെ ഒരു അംശമില്ലാതെ പണ്ടത്തെ ഈ കറുത്ത ഇരുണ്ട കാലഘട്ടത്തിലെ സമീപനമാണ് ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത്. ആ സമീപനത്തിൻ്റെ ഇരയാണ് പ്രിയപ്പെട്ട ശ്രീ വിനോദിൻ്റെ മരണം ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകണം. ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ജുഡീഷ്യൽ പ്രോസസ്സാണ്. ആ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഈ പദവികളിൽ ഇരിക്കാൻ അനുവദിക്കരുത്. അതിനുള്ളതായിരിക്കുന്ന സമീപനം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിക്കണം. പോലീസുകാർ അനുഭവിക്കുന്ന മാനസികവും പ്രായോഗികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ, അവരുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അസംബ്ലിയിൽ കൃത്യതയോടുകൂടി എടുത്തു കാണിച്ച് അടിയന്തര പ്രമേയം വരെ അവതരിപ്പിച്ചിരുന്നു. അതിന് ശേഷമാണ് ഈ മരണം നടന്നത്.